നമസ്കാരം എല്ലാവർക്കും. ജോൺസ് പള്ളിക്കൊന്നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തിരുക്കൊല്ലൂർ കഴിഞ്ഞിട്ട് തിരുവണ്ണാമല റോഡിൽ ഹൈവേയിലാണ് കേട്ടോ. തിരുക്കൊല്ലൂർ കഴിഞ്ഞാൽ തിരുവണ്ണാമല റോഡിൽ ഹൈവേയിലാണ് വണ്ടി നിർത്തിയേക്കണേ. ഇവിടെ കാലത്ത് ഇപ്പോൾ നമ്മളൊന്ന് ബാത്റൂമിൽ പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന വണ്ടി നിർത്തിയതാണ്. തിരുക്കല്ലൂർന്ന് ഇപ്പോൾ തിരുക്കല്ലൂർ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു 4 കിലോമീറ്റർ പോകും. ഇതാണ് നമ്മുടെ കുട്ടി. ഇന്നലെ ഞങ്ങളുടെ ലോഡ് കയറുന്ന വീഡിയോ ഉണ്ടല്ലോ. ലോഡ് കയറുന്ന കമ്പനിക്കകത്തേക്ക് വണ്ടി കയറ്റി ഇവിടെ കടത്തി വിടത്തില്ല. കാരണം വെച്ചാൽ മൊബൈലും കൊണ്ടുപോകാൻ പറ്റില്ല വണ്ടി. അതിനകത്ത് മൊബൈലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് കാരണം അകത്ത് ലോഡ് കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞാനൊരു ഉച്ചയ്ക്ക് അതിനകത്ത് കയറിയിട്ട് ഉച്ചയ്ക്കൊരു 2 മണിയായപ്പോൾ വണ്ടീനകത്ത് കയറിയിട്ട് ലോഡ് കയറ്റി പുറത്തിറങ്ങി പുലർച്ചെ 4 മണിക്ക് എൻ്റെ പുറത്തിറങ്ങിയിട്ട് അവിടെ തന്നെ കുറച്ചുകൂടി മാറിയിട്ടൊരു 1 മണിക്കൂർ കിടന്ന് ഉറങ്ങി. എന്നിട്ട് വണ്ടി എടുത്ത് പോന്നു. ഇത് ശർക്കരയാന്ന് പറഞ്ഞ് കയറ്റിയിട്ട് ശർക്കരയില്ല, ഈ മറ്റെന്തോ മെഡിക്കൽ കമ്പനിയിലേക്കാണ്. എന്താ മറ്റേ ഈ സിറപ്പും ടോണിക്കൊക്കെ ഉണ്ടാക്കില്ലേ, സിറപ്പ് ടോണിക്ക് അതൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെ അതൊക്കെ ഉണ്ടാക്കണ എന്തോ ഒരു പൗഡറാണ്. ബട്ട കമ്പനിയായിട്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര ഇനി ഇവിടെ നിന്ന് തുടങ്ങാം. അല്ല 14 വീലാണ് ഞാനെൻ്റെ ദൈവം സഹായിച്ച്. 14 വീല് നമ്മളിതിന് മുന്നേ ഓടിച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഡ്യൂട്ടി എടുക്കുന്നത് 14 വീലിൽ ആദ്യമായിട്ടാണ് സിംഗിൾ ഡ്യൂട്ടി എടുക്കുന്നത്. അത് അണ്ണൻ പറഞ്ഞത് നീ പൊക്കൊന്നുമില്ല, നീ ആസാം എല്ലാം ചിന്ന വണ്ടിയിൽ ഓടുന്ന ആളല്ലേ, അത് കാരണം ഇതൊക്കെ തന്നെ പ്രശ്നമൊന്നുമില്ല, അണ്ണ സിംഗിൾ ഓടുന്ന ആളാട്ടാ. അപ്പോൾ അങ്ങനെ പോകണം. അപ്പം നമുക്കിനി യാത്ര തുടങ്ങാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരിക. അപ്പോൾ നമുക്കിനി യാത്രയിലേക്ക് തുടങ്ങാം. എന്തോ ഒരു പള്ളിയാണ് കേട്ടോ, അത് ക്രിസ്ത്യൻ പള്ളിയാണ്. വണ്ടി നിർത്തിയിരുന്നല്ലോ. നമുക്കിനി വഴി നേരെ പോയിട്ട് നമ്മൾ എവിടെ ചെല്ലും, തിരുവണ്ണാമല ഇത് കൃഷ്ണഗിരി വന്നിട്ട് പിന്നെ അവിടുന്ന് ബാംഗ്ലൂർ നേരെ ബാംഗ്ലൂരല്ല കൃഷ്ണഗിരി, പിന്നെ നൈസ് റോഡ് നിലമംഗല അങ്ങനെ പോകണം. പോയി തിരുവണ്ണാമലയ്ക്ക് 20 കിലോമീറ്റർ ഉണ്ട്. 20 കിലോമീറ്റർ ചിറ്റൂരൊക്കെ നമ്മുടെ വഴി തന്നെ. ബംഗളൂരു പോകും കേട്ടോ. തിരുവണ്ണാമല 20 കിലോമീറ്റർ, ബാംഗ്ലൂർ 224, ചിറ്റൂർ 141 കിലോമീറ്റർ. കൃഷി സ്ഥലങ്ങൾ അടുത്ത കൃഷിക്കുള്ള സെറ്റപ്പിന് വേണ്ടി റെഡിയാക്കി ഇട്ടേക്കണ്. ചില സ്ഥലങ്ങളത്തെ കൃഷി തുടങ്ങി. നമ്മളങ്ങനെ തിരുവണ്ണാമല ടെമ്പിൾ സിറ്റി, വെൽക്കം യു തിരുവണ്ണാമല ടെമ്പിൾ സിറ്റി. തിരുവണ്ണാമല എന്താ കൃഷ്ണഗിരി ലെഫ്റ്റ്. നമ്മളിനി ഇവിടുന്ന് ഇടത്തോട്ട് തിരിയട്ടെ. ഇടത്തോട്ട് വേറെ പോയി കഴിഞ്ഞാൽ ദിണ്ടിവനം ഒക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ തിരുവണ്ണാമല ബൈപ്പാസാണ്. വേണ്ട തിരുക്കൊല്ലൂർ. നമ്മളിപ്പോൾ തിരുക്കൊല്ലൂരിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ ട്രക്കായത് കാരണം ഇങ്ങനെ കറക്കി വെക്കണം. നമുക്ക് നേരെ തന്നെ പോകണം. നേരെ ഇനി നമുക്ക് അടുത്ത് കിട്ടുന്ന മെയിൻ സ്ഥലമാണ് കൃഷ്ണഗിരി. പിന്നെ നമ്മൾ സ്ഥിരം പറഞ്ഞ വഴി. ഇതിപ്പോൾ നമ്മളിപ്പോൾ NH 77 നമ്മൾ ഇത്ര നേരം യാത്ര കൊണ്ടുവന്ന സ്റ്റേറ്റ് ഹൈവേയാണ്. നമ്മളിപ്പോൾ NH നാഷണൽ ഹൈവേക്ക് ഒന്ന് കയറി. നമ്മൾ അങ്ങനെ തിരുവണ്ണാമല ബൈപ്പാസ് കഴിഞ്ഞു കേട്ടോ. തിരുവണ്ണാമല കഴിഞ്ഞു. ഇപ്പോൾ ഈ ലെഫ്റ്റ് പോകണമാണ് തിരുവണ്ണാമലയ്ക്ക് പോകണത്. നമുക്ക് നേരെ കൃഷ്ണഗിരി. ഇതാണ് അയ്യമ്പാളയം. ഇവിടുന്ന് കൃഷ്ണഗിരി 105 കിലോമീറ്റർ, ബാംഗ്ലൂർ 196 കിലോമീറ്റർ, ചെങ്ങം 23 കിലോമീറ്റർ. നമ്മളങ്ങനെ തിരുവണ്ണാമല കഴിഞ്ഞ് പിന്നെ ദൂരെ പിള്ളേരെ സ്കൂളിൽ പോകണമെന്ന് വെച്ചാൽ സ്കൂളിപ്പോൾ ദൂരെ പിള്ളേരാന്നറിയാം. സാത്തന്നൂർ ഡാം. ഇവിടെ ഒരു ഡാമുണ്ട് കേട്ടോ, സാത്തന്നൂർ ഡാം. കാലത്ത് തന്നെ ഇഡ്ഡലി കഴിക്കട്ടെ. ഇഡ്ഡലി നമ്മുടെ കുട്ടിയോടെ കൊണ്ട് ഒതുക്കി എടുത്തേക്കാം. ഇനി ഇഡ്ഡലി കഴിച്ചിട്ട് പോട്ടെ. നമ്മളങ്ങനെ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടി എടുത്ത് പോകുന്നു. 2 സൈഡിലും ഫോറസ്റ്റ് ആട്ടോ. ഇത് ഫോറസ്റ്റ് ആണെന്നറിയില്ല, തമിഴാണ് എഴുതി ചെയ്യണം. വലിയൊരു മല നിൽക്കണം. മല ആ മലയുടെ താഴത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. നമ്മളങ്ങനെ
കൃഷ്ണഗിരി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ട് സൈഡിൽ കൃഷി. ഇപ്പം നമ്മൾ നേരത്തെ തന്നെ ഫോറസ്റ്റിൽ ഭാഗങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഗ്രാമപ്രദേശത്തേക്ക് കടന്നു കേട്ടോ. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന റോഡ് ഏതോ പാടത്തിന് നടുക്കൂടെ മണ്ണിട്ട് പൊക്കിയിട്ടുള്ള വഴിയാട്ടോ. അപ്പോൾ ഈ അടുത്ത് പറഞ്ഞിട്ടുള്ള വഴിയാണത്. രണ്ട് സൈഡിലും പാടായിരുന്നു, നടുക്കൂടെ മണ്ണിട്ട് പൊക്കിയിട്ടുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ വന്ന ബൈപ്പാസാണ് സിംഗനാർപേട്ട. നമുക്ക് കൃഷ്ണഗിരിക്ക് 59, ബാംഗ്ലൂർ 149, NH 77 നമ്പർ ഹൈവേണ്. NH 77. നമ്മൾ ഇത്രയും ദിവസം ചെറിയ വണ്ടി ഓടിച്ചിട്ടേ വലിയ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഭയങ്കര മടുപ്പ്. വലിയ വണ്ടി ഇതേപോലെ നിരങ്ങിയല്ലേ പോവുള്ളൂ. സെന്തിൽ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ബസ് പോണാണ്ടോ. ഒസൂർ 79, കൃഷ്ണഗിരിക്ക് 27 കിലോമീറ്റർ. കൃഷ്ണഗിരി കൃഷ്ണഗിരി കഴിഞ്ഞിട്ടാണ് 4 ലൈൻ. കൃഷ്ണഗിരി ചെല്ലുമ്പോഴാണ് 4 ലൈൻ ഉണ്ടാവുക. 77 നമ്പർ ഹൈവേണ്. ഇതൊരു വനത്തിൽ കൂടെ പോണ പോലെ ഉണ്ട് കേട്ടോ. സൈഡിലും വനാണ്. വനം സൈഡിലും വനത്തിൻ്റെ. നമ്മളങ്ങനെ കൃഷ്ണഗിരി ആവാറായിട്ട്. ഇനി കൃഷ്ണഗിരിക്ക് ഒരു 10-15 കിലോമീറ്റർ താഴെയുള്ളൂ കൃഷ്ണഗിരി. നമ്മുടെ മുമ്പിൽ നോക്കിയാൽ വണ്ട പാറക്കൂട്ടങ്ങള്. പാറക്കൂട്ടങ്ങളാണ്. പാറക്കൂട്ടത്തിന്റെ അടുത്തെത്തി നമ്മള്. വണ്ട സാധനം കേട്ടോ. പാറക്കൂട്ടത്തിന്റെ അടുത്തായി നമ്മള്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പാറക്കൂട്ടത്ത്. അടുത്തെത്തുമ്പോൾ അത്ര വലിയ പാറക്കൂട്ടായിട്ട് തോന്നണില്ല കേട്ടോ. നമ്മൾ ആ കണ്ട പാറയുടെ തൊട്ടടുത്തെത്തി. കുഴപ്പമില്ല, നല്ല വണ്ട പാറ തന്നെയാണ് കേട്ടോ. പ്രൈവറ്റ് ബസ് പറഞ്ഞ APG കളർ കോഡും വേണ്ട, ഒന്നുമില്ല. ലൈൻ ബസ്സോടാ പോയത്. അടുത്ത പാറക്കൂട്ടം. കൃഷ്ണഗിരിയിലെ കണ്ടവനെ പാറുണ്ട്. ഇതൊരു മാന്തോപ്പ്. മാന്തോപ്പാണ്. മാന്തോപ്പ് പാറ. അടുത്ത പാറ. ഞാൻ പാറ നോക്കിയ എന്താണത് ഒറ്റ മുഴ പോലെ പാറ. നമ്മളങ്ങനെ ഇപ്പൊ കൃഷ്ണഗിരി, ചെന്നൈ, സേലം, ബാംഗ്ലൂർ ഹൈവേയിലേക്ക് ഒന്ന് കയറും. നമ്മളിപ്പോൾ ചെന്നൈ, കൃഷ്ണഗിരിയിൽ നിന്ന് ചെന്നൈ പോണ ഹൈവേയിലേക്ക് ഒന്ന് കയറണം. നേരെ പോയാൽ കൃഷ്ണഗിരി ടൗൺ. ഇതൊക്കെ ബൈക്കാർ കയറണം. ഒരു നോട്ടോ ഇല്ല, ഒന്നാണ് കയറുക. പാലത്തോട് ലെഫ്റ്റ് തിരിഞ്ഞു കൂട്ടോ. നമ്മൾ അങ്ങനെ ഇവിടുന്ന് റൈറ്റ് തിരി കേട്ടോ. ബാംഗ്ലൂർ ബോർഡ് കണ്ടോ. അങ്ങനെ റൈറ്റ് കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ റോട്ടിൽ കയറും. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ സേലം പോയി നമുക്ക് നാട്ടിലേക്ക് പോകും. നമ്മൾ ഇവിടുന്ന് റൈറ്റ് നേരെ ബാംഗ്ലൂർ. നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് പോയത് ആ വഴിക്കാം. കഴിഞ്ഞ ട്രിപ്പ് പോയപ്പോൾ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയി മാത്രം. നമ്മളങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞ് ഹൈവേയിൽ ഒന്ന് കയറിട്ടാ. കന്യാകുമാരി ടു കാശ്മീർ ഹൈവേ ആണ്. കഴിഞ്ഞ ട്രിപ്പ് ഇപ്പോൾ പോയതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കൃഷ്ണഗിരി ടൗണിൻ്റെ ഭാഗങ്ങളിലുള്ള വീടുകളുണ്ട്. ടൗണല്ല, ബൈപ്പാസിലുള്ള വീടുകളാണ് ഈ കാണുന്നത്. ഒരു പാറ കണ്ട പാറ. അപ്പോട്ടെ വേറെ പാറക്കൂട്ടങ്ങൾ. വീടുകൾക്ക് മറഞ്ഞൊരു പാറക്കൂട്ടം കണ്ട. നമ്മൾ നേരത്തെ കണ്ട പാറയില്ലേ, ആ പാറയാണിത്. ആ പാറയുടെ അടുത്തെത്തി നമ്മളിപ്പോ. തൊട്ടടുത്തായി പോ. കൃഷ്ണഗിരി കഴിഞ്ഞുള്ള പാറക്കൂട്ടങ്ങളുണ്ടോ. ഞാനിത് ഇടയ്ക്ക് കുറെ ഭാഗങ്ങൾ പിടിച്ചില്ല. പിടിക്കാൻ കാരണം നമ്മൾ കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ ഈ ഭാഗത്തെ വീഡിയോ പിടിച്ചതാ. കൃഷ്ണഗിരി കഴിയട്ടെ. അല്ല, കൃഷ്ണഗിരി അല്ല, ഒസൂർ കഴിയട്ടെ. കൃഷ്ണഗിരി കഴിഞ്ഞുള്ള പാറക്കൂട്ടങ്ങളാണ് കാണണം. ഓരോ മലകൾ കണ്ടോ ഇടിച്ച് പൊളിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ വണ്ടി ലേലൻ്റെ കേട്ടോ. വലിയ വണ്ടി ഇങ്ങനെ നമ്മുടെ ചെറിയ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴൊക്കെ സുഖതാ. ഇത് ഈ വഴിയൊക്കെ ഇപ്പോൾ പാഞ്ഞു കയറിപ്പോയിട്ടോ നമ്മുടെ ചെറുവണ്ടി ആണെങ്കിൽ. കണ്ടോ വലിയ വണ്ടി ഇങ്ങനെ പതുക്കെ നടന്ന കയറുള്ളൂ. ഇതാണ് അശോക് ലേലൻ്റെ പ്ലാന്റാണ് നമ്മൾ ഈ കാണണം കേട്ടോ. അശോക് ലേലൻ്റെ
അശോക് ലേലൻ്റെ കമ്പനിയുടെ അങ്ങനെ പ്ലാനാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഹൊസൂർ എന്ന് പറഞ്ഞ സ്ഥലേ. ഇതുണ്ട് അശോക് ലേലാൻഡ് യൂണിറ്റ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട് സിപ്കോട്ട് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ്. ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഈ കാണുന്നതൊക്കെ. ഇതാണ് ഹൊസൂർ ടൗൺ. ഹൊസൂർ ടൗണായിട്ട് ഹൊസൂരിൻ്റെ ഭാഗങ്ങളാണ്. നമ്മളങ്ങനെ ഹൊസൂർ ഇതാണ് ഹൊസൂർ. ഞാൻ കഴിഞ്ഞ ട്രിപ്പ് എൻ്റെ വീഡിയോയിൽ പിടിച്ചതാണ്. ഇതൊക്കെ ഹൊസൂർ ടൗണിൻ്റെ ഭാഗങ്ങളാട്ടോ. ടൗണായിട്ടില്ല, ടൗൺ ആവണുള്ളൂ. അപ്പോൾ നമ്മൾ യാത്രയാണ് ഹൊസൂർ. ഹൊസൂർ പൂനെ 897 കിലോമീറ്റർ, ബാംഗ്ലൂർ 40 കിലോമീറ്റർ. കഴിഞ്ഞിട്ട് പോയത് ആ വഴിക്കണം. ആ വണ്ടികൾ പോണ ആ വഴി ഈ പാലത്തിനടിയിൽ നമ്മൾ പോയത്. നമ്മൾ ഹൊസൂർ ടൗണിൻ്റെ ഭാഗങ്ങൾ കഴിയാൻ പോട്ടാ. ഈ ബോർഡറിലേക്ക് അതിന് ദൂരമില്ലേ. എന്തൊരു വീടുകളോ വീട്. ഇവിടെ ഹൊസൂർ അതിൻ്റെ പേട്ട പാലം പണിയാളെ പരിടുന്നുണ്ട്. റോഡൊക്കെ കട്ടാക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ കർണാടകയിലേക്ക് കിടക്കാൻ പോകണട്ടാ. ഈ വഴി എൻ്റെ അവസാനിക്കുമ്പോൾ നമ്മൾ കർണാടകയിലേക്ക് വരും. കണ്ടാ ടോൾ റോഡ് ഉണ്ടെന്ന് കണ്ടാ. അത് കഴിഞ്ഞാൽ നമ്മൾ കർണാടകയായി. നമ്മളിത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയിലേക്ക് വരട്ടെ. നമ്മളിപ്പോൾ കർണാടകയായി. ഇനി നമ്മൾ യാത്ര ചെയ്യണത് കർണാടകയിൽ കൂടെയാണ്. അപ്പോൾ നമ്മൾ കർണാടകയിലേക്ക് നമ്മളെ ഒന്ന് ഗ്രീസ് അടിക്കാൻ വേണ്ടി നിർത്തിയോടാ. പട്ടാളത്തിന് വേണ്ടി ഉള്ളതുണ്ടോ അത് ചേസ് പോകണം കേട്ടോ. ആർമിയുടെ വണ്ടി ഉണ്ടോ, പട്ടാളത്തിൻ്റെ വണ്ടി. ഇവിടെ സാധനം നോക്കിയാ കുറേ ഉണ്ട് ഇവിടെ. ഇതൊരു രസമല്ല കണ്ടപ്പോൾ നിർത്തിയതാ. ടയറൊക്കെ നോക്കിയാലേ. ഞാൻ ബായോട് ചോദിച്ചു ഫ്ലവോ ചേസ് പോകണോ. ആർമിയുടെ വണ്ടി ചേസ് പോകണത്. ടയറൊക്കെ നോക്കിയാലേ. ലീഫ് ചേസ് പോകണോ. ചേസ് കുറേ ഉണ്ട് ഇവിടെ വണ്ടികൾ. ഇത് കർണാടക RTO ചെക്ക് പോസ്റ്റിലേക്കാണ്. നമ്മുടെ വണ്ടിക്ക് കർണാടക RTO ചെക്ക് പോസ്റ്റിൽ 14,700 രൂപ. ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് വരിക. ഞങ്ങൾ 2 വണ്ടിയുണ്ട്. വേറെ അണ്ണനുണ്ട്. അണ്ണൻ ആളും കൂടെ കുട്ടികൾ പോയിട്ട് വരിക. അണ്ണൻ്റെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ GST വന്നു കഴിഞ്ഞപ്പോൾ എടുത്തു പോയ ചെക്ക് പോസ്റ്റുകളാട്ടോ. ഇതൊക്കെ സെയിൽ ടാക്സ് ഒക്കെ ആയിരുന്നു. GST വന്നു കഴിഞ്ഞപ്പോൾ ഒക്കെ പോയതാ. പാർട്ടി മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതാണ് അണ്ണൻ്റെ വണ്ടി. ഇനി നമ്മുടെ വണ്ടി. ഞാൻ പോട്ടെ. ഇങ്ങനെ കറങ്ങി കുറച്ച് ദൂരം ഇങ്ങനെ കറങ്ങി ചെക്ക് പോസ്റ്റ് അടിച്ച് തരണം. നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ റോഡിലേക്ക് ഒന്ന് കയറിയിട്ടാ. ബാംഗ്ലൂരത്തെ ബ്ലോക്ക് തുടങ്ങി. എത്ര മണിക്കൂർ കിട്ടാവുന്നു. ഇത് നേരായത് പറഞ്ഞാ വൈകുന്നേരമായില്ലേ. എന്തൊക്കെ ജാമെന്ന് നോക്കിയാ. താഴെ മോള് റോഡ് മൊത്തം ജാമായി. അടിഭാഗവും എല്ലാം ജാമായി. അവിടെ ഒരു സിഗ്നലിന്റെ ബ്ലോക്കാണ്. 1 അരമണിക്കൂറുണ്ട്. ഞാൻ ആദ്യമായിട്ടാ ഈ 14 വീല് വണ്ടിയിൽ സിംഗിളായിട്ട് ഡ്യൂട്ടി എടുക്കണതോ. പിന്നെ പുറത്തെ വലിയ ടൗണിൽ സിംഗിളായിട്ട് കയറണം ആദ്യമായിട്ടാ. മെട്രോ പോണെച്ചാൽ മെട്രോ. ഇപ്പോൾ ബാംഗ്ലൂർ ടൗണിൻ്റെ തിരക്കുകൾ. നമ്മളിനി കുറച്ചു ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസ് റോഡിലേക്ക് കയറും.
നമ്മളങ്ങനെ തിരിയണ സ്ഥലം പറയിട്ടാ. നൈസ് റോട്ടിക്ക് കയറണം. ഈ ടോള് കഴിഞ്ഞാൽ ഇവിടെ ടോള് കഴിഞ്ഞാൽ നൈസ് റോട്ടിക്ക് കയറും. എത്ര പാലാന്ന് വെച്ചാൽ പാലോ റോഡും. നമ്മളങ്ങനെ നൈസ് റോഡിലേക്ക് കയറാൻ പോകണം കേട്ടോ. ഇലക്ട്രോണിക് സിറ്റി സ്ഥലമാണ് ഇലക്ട്രോണിക് സിറ്റി. നമ്മൾ ഇവിടുത്തെ നൈസ് റോഡിലേക്ക് കയറാം. അങ്ങനെ പോയാൽ ബാംഗ്ലൂർ ടൗൺ, നമ്മൾ ടൗൺ ഒഴിവാക്കി ഇവിടെ നൈസ് റോഡിലേക്ക് കയറും. ഇതാണ് നൈസ് റോഡ്. നമുക്ക് തുംകൂർ റോഡാണ് ഇറക്കണ്ട. തുംകൂർ റോഡ് നൈസ് റോഡ്. അങ്ങനെ നമ്മൾ നൈസ് റോഡിൽ കയറി. ഇനി പിന്നെ തിരക്കില്ല, ഇനി ബ്ലോക്ക് ഉണ്ടാവില്ല. ഇവിടെ റോഡ് പണി കാണുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പിന്നെ ബ്ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായി ഇനി നാളെ വരാം.